ഗായ്സ്, സോ നമ്മുടെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇന്നിവിടുന്ന് വെസ്റ്റ് കോസ്റ്റ് കാണാതെ ഈസ്റ്റ് കോസ്റ്റിലേക്കുള്ള യാത്രയാണ്. നമ്മൾ ഇപ്പോൾ സമയം ഇവിടെ 9:30 ആയി. 10:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ചെയ്യണേ. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ ഫാമിലി ഒരു ടൂറിസം ബിസിനസ്സാണ് നടത്തുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫാദറും എൻ്റെ ബ്രദറൊക്കെ ഒത്തിരി ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഇതുവരെയായിട്ട് ഒരുമിച്ച് ട്രിപ്പ് പോയിട്ടില്ല. ഇന്നാണ്, അതായത് എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ദൂരയാത്രയ്ക്ക് പോകണേ. അപ്പോൾ ഓക്കെ, ഇതിന് കാണിച്ചു തരാൻ ബാക്കിയിട്ടുണ്ടായിരുന്നു. മമ്മി ഹായ് പറഞ്ഞേ. കുഴപ്പമില്ല. നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ ഫിലാഡൽഫിയയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കാർ എടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോസും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ സെയിം സിറ്റി തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഇതാണ് അവൻ്റെ വീട്. ഇവിടെ വന്ന് നമ്മൾ രാവിലെ തന്നെ നല്ല അടിപൊളി പാലപ്പവും കോഴിക്കറിയും കഴിച്ചു. ഇനി നമ്മളിവിടുന്ന് അറ്റ്ലാന്റിക് സിറ്റിയിലേക്കും പോവാണ്. അപ്പം നമ്മൾ എടുത്ത കാർ ഇതേ കാണാൻ നിസാൻ റോഗാണ്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ കണ്ടോ? ഒരേ ആകൃതിയിൽ, ഒരേ ഷേപ്പിൽ, ഒരേ കളറിലൊക്കെ ആണ് പണിത് വെച്ചാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് അറ്റ്ലാന്റിക്കിലേക്ക്. ഡ്രൈവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ലാസ് വേഗാസിലെത്തും. പിന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. ഞങ്ങൾ എന്താ ബണ്ണ് കഴിക്കാൻ പോകുന്നു ഗായ്സ്. ഞങ്ങൾ 3 ഷോട്ട് അടിക്കാൻ പോകുന്നു ഗായ്സ്. 3 ഷോട്ട് അടിക്കാൻ പോകുന്നു. ചിലപ്പോ ഇന്ത്യയിൽ നിന്ന് വന്ന കേട്ടോ, വേറൊരു യൂട്യൂബറാണ് ബാക്കി കാണുന്നത്. ഇന്ത്യയിൽ നിന്ന് വന്ന അങ്കിളിനോട് ഷോട്ട് അടിക്കാൻ പോരാ. നമസ്കാരം ഗൈസ്, നമ്മൾ അങ്ങനെ ഫൈനലി അറ്റ്ലാന്റിക് സിറ്റിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാത കണ്ടോ? ഇതാണ് ബ്രോഡ് വാക്ക്, അറ്റ്ലാന്റിക് സിറ്റി ബ്രോഡ് വാക്ക്. 1870 പണിത ബ്രോഡ് വാക്കാണ് ഈ കാണുന്നത്. 100-150
150 വർഷം പഴക്കമുള്ള ബ്രോഡ്വാക്കി കടയാണ് നമ്മൾ നടക്കണേ. നമ്മുടെ ഗൈഡ്, ഇന്നത്തെ ഗൈഡ് ജൂലാണ്. നമ്മളെ ഗൈഡ് ചെയ്തോണ്ടിരിക്കണേ. എനിക്ക് പുതിയ കൺസൾട്ടൻസി അന്ന് നല്ല കാലാവസ്ഥയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച കാണിച്ചത് ഇവിടെ വെയിലായിരിക്കുന്നതാണ്, പക്ഷെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ബ്രോഡ്വാക്ക് സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിറ്റി, അറ്റ്ലാന്റിക് സിറ്റി ന്യൂജേഴ്സിയുടെ സതേൺ ഈസ്റ്റേൺ കോസ്റ്റിലാണ് ഇരിക്കണേ. ഇത് 1854 ഈ സിറ്റി ഫൗണ്ട് ചെയ്യണേ. അതായത് ഈ സിറ്റി പണിതെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1870 ഈ ബ്രോഡ്വാക്ക് പണിയണത്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് 4 മൈലോളം നീളം വരുന്ന ബ്രോഡ്വാക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഗായ്സ് പണി പാളി മൊത്തത്തില്. നമ്മളിവിടെ നല്ല വെയിലായിരിക്കും വിചാരിച്ച് വന്നതാണ്, പക്ഷെ നല്ല മഴ കേട്ടോ വന്നത്. അത് കാരണം ഞങ്ങള് $4 എടുത്തൊരു കുട വാങ്ങി സ്ട്രീറ്റിൽ നിന്ന്. അല്ല തുരുമ്പിടിച്ച കുട. അവരവിടെ പോസ്റ്റ് എടുക്കുക. ഒരു സെക്കൻഡ്, ഞാൻ ഡാഡയ്ക്കും മമ്മിക്കും ഒരു കുട കാണട്ടെ. എടാ ചുട്ടു ഒരു കുട അവർക്കും ആടാ, ഡാഡയ്ക്കും മമ്മിക്കും. നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാ? ഈ സിറ്റി അല്ലേ, ഇത് ഒരു ഹബ്ബാണ്. അതായത് പണ്ട് ഇവിടെയുള്ള ആൾക്കാർ, അതായത് കാശുള്ള ആൾക്കാർ, വെൽത്തിയസ്റ്റ് ആയിട്ട് അമേരിക്കൻസ്, അവർക്ക് വർഷത്തിലൊരു തവണ വന്ന് റെസ്റ്റ് ചെയ്യാനും അവരെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് ഹബ്ബുകളും പബ്ബുകളും ഫുഡും റെസ്റ്റോറൻറ്റ്സും ഷോപ്പിങ്ങും കസിനോസും ഗാംബ്ലിങ്ങും ഒക്കെ വന്ന് ഇതൊരു കൊച്ചു, അതായത് ഈസ്റ്റ് കോസ്റ്റ് സൈഡിൻ്റെ ഒരു കൊച്ചു ലാസ് വേഗാസ് ആയിട്ട് ഇത് മാറി ഈ സിറ്റി. അപ്പം ഇത് ഇങ്ങോട്ട് പോരുന്ന വഴി നല്ല രസമായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് പഴയൊരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത്ര ചിലപ്പോൾ രാത്രി നല്ല രസമായിരുന്നിട്ടുണ്ടാവായിരിക്കാം, എനിക്കറിയില്ല. ലാസ് വേഗാസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ലാസ് വേഗാസ് വേറെ മൂഡാണ്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം. അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ച. അതുകൊണ്ട് നമുക്ക് ട്രിപ്പിന്റെ പാതി വെച്ച് ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കണം. അറ്റ്ലാന്റിക് സിറ്റി നമുക്ക് കറങ്ങാൻ പറ്റുമെന്ന് തോന്നാനില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നാനില്ല. കാരണം നമുക്ക് തിരിച്ച് വൈകിട്ട് ചെറി ഹിൽസിൽ എത്താനുള്ളതാണ്, ന്യൂജേഴ്സിയിൽ. ഇനിയിപ്പോൾ മഴ മാറുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. തൊട്ടപ്പുറത്തെ അതൊക്കെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കടകളൊക്കെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഭൂരിഭാഗം കടകളിലും നിൽക്കുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ബിസിനസ് ചെയ്യണത് ഭൂരിഭാഗം ആൾക്കാർ ഇന്ത്യക്കാരാണ്. അപ്പം നമ്മുടെ മഴയൊക്കെ ഒന്ന് മാറി, ഒന്ന് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ബ്രോഡ്വേയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇനി അടുത്തെന്താ നമ്മുടെ പ്ലാൻ? ഭക്ഷണം കഴിക്കാം. ഫുഡ് കഴിക്കാൻ ഞങ്ങളൊരു ഇപ്പൊ നിലവിൽ പ്ലാൻ ചെയ്തത് എവിടെയാ? ഒരു ബൊഫറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സീ ഫുഡ് ബൊഫറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 7 മൈൽ ദൂരമുണ്ട്. പക്ഷെ അതിനുള്ളിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ കാണുകയാണെങ്കിൽ അവിടെ കയറി കഴിക്കും. സ്ട്രീറ്റ്സിലൊക്കെ ഭയങ്കര തിരക്കായി തുടങ്ങി. ആൾക്കാരൊക്കെ വെയിലൊന്നും കണ്ടു തുടങ്ങി. അവിടെ സായിപ്പന്മാരും മദാന്മാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. ഒത്തിരി
ടൂറിസ്റ്റേഴ്സ് ഉണ്ട് ഈ സ്ഥലത്ത്. ബിൽഡിങ്സ് ഒക്കെ കണ്ടോ നിങ്ങൾ? അടിപൊളിയല്ലേ, വൈബാണ്. ചെറിയൊരു ലാസ് വേഗാസ് എന്ന് പറയാൻ തന്നെയുണ്ട്.